സുഹൃത്തുക്കളെ, അപ്പോൾ വീണ്ടും ഒരു നടത്തത്തിലാണ്. പല ചിന്തകളും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകളിൽ കൗതുകകരമായി തോന്നിയ ഒരു രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. BJP കെ മുരളീധരനെ ഭരത്തിൽ തീർത്ത് കളയും എന്നാണ് പറയുന്നത്. കെ സുരേന്ദ്രൻ്റെ പ്രസ്താവനയിൽ നിന്ന് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതായത് കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇതാണ്: കേരളത്തിൻ്റെ നിയമസഭയുടെ പടിവാതിൽ കടന്ന് കെ മുരളീധരൻ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ BJP ടിക്കറ്റിലേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയമുണ്ട് ഇതിൽ. ഫലത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന തമ്മിലടികളും മുരളീധരൻ കുറച്ചായിട്ട് ഒരല്പം പിണങ്ങി നിൽക്കുകയാണല്ലോ. ഇത് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുറേ രാഷ്ട്രീയങ്ങൾ ഇതിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി തീർച്ചയായും ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് തുടക്കം തന്നെ പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ, പൊതുവേ കെ മുരളീധരനെ ടാർഗറ്റ് ചെയ്യാൻ BJP തീരുമാനിക്കുമ്പോൾ അത് കേവലം ഒരു ടാർഗറ്റ് കെ മുരളീധരനെ വ്യക്തിപരമായി ഒന്നങ്ങ് അറ്റാക്ക് ചെയ്തേക്കാം എന്നുള്ളത് മാത്രമല്ല, സമീപകാലത്ത് ഇതേ കെ മുരളീധരനും CPM ഒക്കെ തന്നെ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാണ് നടന്നിരുന്നത്. നമുക്കറിയാം, നേമത്ത് കെ മുരളീധരൻ മത്സരിക്കുന്നു, അങ്ങനെ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നു. കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുന്നതോടുകൂടിയാണ് അവിടെ CPM സ്ഥാനാർത്ഥിയായി ശിവൻകുട്ടി ആ മണ്ഡലത്തിന് ജയിക്കുകയും രാജഗോപാലിൻ്റെ സീറ്റ് അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വന്നത്. അതായത് പിന്നീട് രാജഗോപാൽ MLA ആയിരുന്ന സീറ്റ്. പിന്നീട് ഇത് ഒരു വലിയ ചർച്ചയാകുന്നു. ഞങ്ങളാണ് അക്കൗണ്ട് പൂട്ടിച്ചതെന്ന് CPM പറയുന്നു. ഇനി എന്താണെങ്കിലും BJPക്കെതിരായ ഏറ്റവും ശക്തമായ ആയുധമായാണ് കെ മുരളീധരൻ അവിടെ പ്രയോഗിച്ചത്. തൊട്ടിപ്പുറത്ത് വടകരയിൽ നിന്ന് ജയിക്കുമായിരുന്ന കെ മുരളീധരനെ നേരെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നതും, പത്മജ വേണുഗോപാൽ പോയപ്പോൾ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നതും ഇതേ കാരണങ്ങളാണ്. കെ കരുണാകരൻ്റെയും കെ മുരളീധരൻ്റെയും ഒക്കെ തട്ടകമായ തൃശ്ശൂരിൽ അങ്ങനെ BJPയെ സുരേഷ് ഗോപി ജയിക്കാൻ അനുവദിക്കില്ല എന്ന സ്ട്രാറ്റജിയായിരുന്നു. അതേ സ്ട്രാറ്റജിയിൽ പോകുന്നു, പക്ഷേ അവിടെ മുരളി തോറ്റു പോകുന്നു. രണ്ടിടത്തും, നേമത്തും തൃശ്ശൂരിലും മുരളി തോൽക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ നേമത്ത് തോറ്റ BJP തൃശ്ശൂരിൽ ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു വിജയീഭാവത്തിലാണ് അവർ നിൽക്കുകയും ചെയ്യുന്നത്. ആ സമയത്താണ് അവർക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷവും ഒപ്പം തന്നെ കോൺഗ്രസും ഉപയോഗിച്ച അതേ ആയുധം തിരിച്ചുപയോഗിക്കുകയാണ്. അതായത് കെ സുരേന്ദ്രൻ വെറുതെ പറയുകയല്ല, ഇപ്പോൾ എവിടെ നിക്കക്കള്ളിയില്ലാതെ ഓടി നടക്കുകയാണ് കെ മുരളീധരൻ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണുക. കാരണം എവിടെ പോയി ഇനി മത്സരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് മത്സരിക്കും എന്ന് പറയുന്നു. വട്ടിയൂർക്കാവ് മത്സരിച്ചാൽ കെ മുരളീധരൻ ജയിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? കെ മുരളീധരൻ ജയിപ്പിക്കില്ല എന്ന് ഫലത്തിൽ പറയുകയാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നത്. തീർച്ചയായും BJPയെ സംബന്ധിച്ച് അവകാശവാദം പറയാവുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം BJPക്ക് അവിടെ ശക്തമായ വേരുകളുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെ മികച്ച വോട്ട് വിഹിതം അവിടെ നേടാൻ കഴിഞ്ഞു. BJP ഒന്നാമതെത്തിയൊരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അവിടെ VK പ്രശാന്ത് എന്ന CPMൻ്റെ യുവമുഖം വന്നതോടുകൂടി അദ്ദേഹത്തിനും അവിടെ സ്വാധീനമുണ്ട്. സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ കെ മുരളീധരൻ ഒന്നാമതെത്തുകയും BJP രണ്ടാമതെത്തുകയും തൊട്ടിപ്പുറത്ത് ഏറ്റവും ഒടുവിൽ CPM മൂന്നാമത്, TNCMയൊക്കെ മൂന്നാമത് പോകുന്ന സാഹചര്യം പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CPM മൂന്നാമത് നിന്നൊരു മണ്ഡലത്തിൽ നിന്ന് ഒന്നാമതെത്തുമ്പോൾ അവിടെ ഒരു ഫലത്തിലൊരു ത്രികോണ ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ BJPയും ഒരു ശക്തനായ എതിരാളിയെ അവിടെ ഇറക്കിയാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് BJPയുടെ ഈ ഒരു ആത്മവിശ്വാസത്തിന് കാരണം. അതായത് പിന്നെ വേറൊരു മുന്നറിയിപ്പ് കൂടി ഫലത്തിൽ, സുരേന്ദ്രൻ്റെ ഒരു ഭീഷണി സ്വരത്തിലാണ് ഫലത്തിൽ പറയുന്നത്. കെ മുരളീധരൻ എവിടെയും ജയിപ്പിക്കില്ല എന്നർത്ഥത്തിൽ സുരേന്ദ്രൻ പറയുമ്പോൾ ക്രോസ് വോട്ടിംഗ് സാധ്യതയും അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതേ CPM അല്ലെങ്കിൽ കോൺഗ്രസ് ചേർന്നുകൊണ്ട് ക്രോസ് വോട്ടിംഗ് നടത്തി BJPയെ തോൽപ്പിക്കാറുണ്ട്. അത് അവർ തുറന്നു പറയുന്നതാണ്. എവിടെയും ജയിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിൽ തുറന്ന് പറയാറുണ്ട്. എന്തായാലും BJP ജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് തന്നെ ഇടതുപക്ഷവും ഒപ്പം തന്നെ കോൺഗ്രസും ഒക്കെ പറയാറുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരത്തടക്കം പലപ്പോഴും ഇതാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെ പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നത് ഇതേ ആയുധം തിരിച്ചു വാങ്ങി അടിക്കുകയാണ് കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായ രാഷ്ട്രീയം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടിയുള്ളത്,
ഇപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ട്. ഒരു മണ്ഡലം ഫലത്തിൽ വട്ടിയൂർക്കാവ് പോലെ കൈവെള്ളയിലിരുന്നൊരു മണ്ഡലം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വടകരയിലേക്ക് വണ്ടി കയറുന്നത്. ആ വടകരയിൽ തൊട്ടടുത്ത തവണ സീറ്റ് കൊടുക്കാതെ മറ്റൊരു സീറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്നു, അവിടെ പരാജയപ്പെടുന്നു. അവിടെ പരാജയപ്പെട്ട ശേഷം പിന്നെ സംഭവിക്കുന്നത് അതിഗുരുതരമായ സാഹചര്യമാണ്. ഒരു മണ്ഡലത്തിലേക്ക്, പഴയ മണ്ഡലത്തിലേക്ക്, ഞാൻ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ പഴയ വട്ടിയൂർക്കാവിൻ്റെ സ്ഥിതി അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ കെ മുരളീധരനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങുമ്പോൾ തീർച്ചയായും BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളെന്നുള്ള നിലയിൽ കെ മുരളീധരനെതിരെ BJP വോട്ടുകളും പൊതുവെ ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കാരണം BJP വോട്ടുകൾ കൂടി ഫലത്തിൽ ചോർന്ന് ലഭിച്ചുകൊണ്ടാണ് അവിടെ കെ മുരളീധരൻ ജയിക്കാറുള്ളത്. അങ്ങനെ ആ ഒരു സാഹചര്യമല്ല. തൊട്ടിപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VK പ്രശാന്ത് എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മാറിയേക്കാം, കഴക്കൂട്ടത്തൊക്കെ മത്സരിച്ചേക്കാം എന്നുള്ള കഥകളൊക്കെ തിരുവനന്തപുരത്ത് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കെ മുരളീധരനെ പോലെ ഒരാൾ അവിടെ അത്ര സേഫായ സ്ഥലത്തല്ല ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രവുമല്ല, വട്ടിയൂർക്കാവിനെ ഉദ്ദേശിച്ച് ഭാവിയിലേക്ക് ഞങ്ങൾ അവിടെ ഒരു ഗംഭീര മത്സരം നടത്താൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനും ഇപ്പോഴേ 2 വർഷം മുമ്പ്, തെരഞ്ഞെടുപ്പ് ഇനി 2 വർഷത്തിന് ശേഷമേ ഉള്ളൂ, 2 വർഷം മുൻപ് തന്നെ കെ സുരേന്ദ്രൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ മറ്റൊരു രാഷ്ട്രീയം ഉള്ളത്. എന്തായാലും ഇതിലിനി സംഭവിക്കേണ്ടത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ അകന്നു നിൽക്കുകയാണ് കെ മുരളീധരൻ. ഇനി കോൺഗ്രസിനോട് അടുക്കണം. അതിനിടയ്ക്ക് VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള തമ്മിലടി അവസാനിക്കുന്നില്ല. കോൺഗ്രസ്സിന് ഒരുപക്ഷെ വളരെ ഈസി ആയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറാം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഗംഭീരമായ അടി നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. ആ അടിയുടെ ഭാഗമായി തന്നെയാണ് ഫലത്തിൽ അതിന് മുൻപുള്ള തൃശ്ശൂരിലെ തോൽവിയുടെ ഭാഗവും കാലുവാരലിൻ്റെ ഒക്കെ ഭാഗമായാണ് കെ മുരളീധരൻ ഫലത്തിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നു. അതായത് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമേ പ്രചരണമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു കെ മുരളീധരൻ, ആ കെ മുരളീധരൻ ഫലത്തിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി തുലാസിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണവും പ്രവർത്തനവും ഒക്കെയാണ് ഫലത്തിൽ നടത്തിയത് ഈ തൃശ്ശൂരിലെ മത്സരത്തിലടക്കം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് താനിങ്ങനെ മണ്ഡലം മാറി മത്സരിച്ചുകൊണ്ട് തനിക്ക് മാത്രമാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്, പാർട്ടിക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ശരിയാണ്, ആകമൊത്തം നോക്കുമ്പോൾ പലയിടത്തും നടന്ന് തോക്കുന്ന ആളായി കെ മുരളീധരൻ ഫലത്തിൽ മാറുന്നു, പാർട്ടിക്ക് വേണ്ടി ബലിയാടാകുന്നു. പിന്നീട് ഒരു സേഫ് മണ്ഡലമെന്ന് ഇപ്പോൾ ഇനിയുള്ള വട്ടിയൂർക്കാവിനെ പറയാൻ കഴിയുന്ന സാഹചര്യവുമല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ളത്. എന്തായാലും BJP വളരെ മുന്നേ കെ സുരേന്ദ്രൻ ഇങ്ങനെ പല ആയുധങ്ങളും പ്രയോഗിക്കാറുണ്ട്, അതിനെ പലരും കളിയാക്കാറുണ്ട്. എങ്കിൽ പോലും ഒരു ചർച്ചയാകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രസ്താവനയാണ് കെ സുരേന്ദ്രൻ നടത്തിയത് എന്നുള്ളതാണ്. ഇത് മുൻപും നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ രാഷ്ട്രീയം ഇനി വീണ്ടും ചൂടുപിടിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കെ ഇത് കൂടും. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.